Hello friends, welcome to channel. goodhappenshereajay ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു വേറൊരു സ്മാർട്ട് പ്ലഗ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഹീലിയൻ്റെ സ്മാർട്ട് പ്ലഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വിപ്രോൻ്റെ ഒരു സ്മാർട്ട് പ്ലഗ് ആണ്. ഇത് 10 ആംപിയറിൻ്റെ സ്മാർട്ട് പ്ലഗ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ സ്മാർട്ട് പ്ലഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും, നമുക്ക് നമ്മുടെ ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ശരിക്കും ഒരു പ്ലഗ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഫോൺ വഴി കൺട്രോളും ഓണോ ഓഫ് ഒക്കെ ചെയ്യാം. അതിൻ്റെ ഫീച്ചേഴ്സും ടൈമറും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ടാണ് സ്മാർട്ട് പ്ലഗ് എന്ന് പറയാൻ പറ്റുന്ന കാരണം തന്നെ. അല്ലെങ്കിൽ നമ്മൾ നോർമൽ നമ്മുടെ പ്ലഗ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ബോക്സ് കണ്ടോ, നമ്മുടെ നോർമൽ പ്ലഗിൻ്റെ അതേ ബോക്സ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്കിതിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മൊബൈലായിട്ട് കൺട്രോൾ ചെയ്യാം. അതാണ് ഇതിന് പറയുന്നത് സ്മാർട്ട് പ്ലഗ്. പിന്നെ നമുക്ക് ഈ വിപ്രോൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമ്മുടെ എനർജി കൺസപ്ഷൻ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വിപ്രോൻ്റെ അതിൽ തരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ AC അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൺസപ്ഷൻ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിപ്രോൻ്റെ ഈ സംഭവം ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ അതിന് 16 ആംപിയറിൻ്റെ വേണം. ഇത് 10 ആംപിയറിനാണ്. ഇത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ്, മൊബൈൽ അങ്ങനത്തെ നോർമൽസ് നമ്മുടെ ചെറിയ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കാനുള്ള നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ റൂട്ടർ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ. ഇത് സംഭവം ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. 2.4 GHz വർക്ക് ചെയ്യുന്നതാണ്. 5 GHz വർക്ക് ചെയ്യില്ല, 2.0 GHz മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമുക്കിത് അലക്സയിലും ഗൂഗിൾ അസിസ്റ്റൻറ്റിലൊക്കെ വർക്ക് ചെയ്യും. നമുക്ക് കൺട്രോളിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും സെറ്റിങ്ങാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മാത്രം മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലേക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മൾ രണ്ട് ഗീവ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം നമ്മുടെ ഒരു 10 റൂട്ടറാണ് നമ്മൾ ഗീവ് കൊടുക്കുന്നത്. ഒരെണ്ണം പിന്നെ പ്രോട്ടോണിക്സിൻ്റെ നമ്മളൊരു വയർലെസ് ഹെഡ്സെറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു 3200 രൂപയുടെ. അപ്പോൾ രണ്ടിനും വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നമ്മുടെ കാണാത്തവരും അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും പോയി കാണുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും എൻ്റെ ലിങ്ക്. അപ്പോൾ വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വിപ്രോൻ്റെ സ്മാർട്ട് പ്ലഗിൻ്റെ ബോക്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ബോക്സും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വിപ്രോൻ്റെ ബ്രാൻഡിങ്ങിനുള്ള സ്മാർട്ട് പ്ലഗിന് ഇതിൻ്റെ 10 ആംപിയറിൻ്റെ ആണ്. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഹെവി ലോഡുള്ളതാണ്, ഇപ്പോൾ ഹീറ്റർ, കേസ്, അതുപോലെ എന്താ പറയുക AC ഒക്കെ ആണെങ്കിൽ നമ്മൾ 16 ആംപിയറിന് നോക്കിയാൽ മതിയിട്ടാണ്. എന്തായാലും രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. പിന്നെ 2.4 GHz വൈഫൈയിലാണ് വർക്ക് ചെയ്യുക, 5 GHz വർക്ക് ചെയ്യില്ല. പിന്നെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് കൺട്രോൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വിയ ഫോൺ ഓർ വോയിസ് കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പ് ഓൺ ഓർ ഓഫ് ഷെഡ്യൂൾ നമുക്ക് ചെയ്യാം. മോണിറ്റർ എനർജി കൺസപ്ഷൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ വർക്ക് വിത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ സംഭവം ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലും സെയിം പടം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മുകളിൽ തന്നെയാണ്. ഈ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. MRP കൊടുത്തിരിക്കുന്നത് 1990 രൂപയാണ്. പക്ഷേ നമുക്ക് ഇത് ബൈയിങ് പ്രൈസ് വരുന്നത് 899 ആണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു 900 റേറ്റ് വരുന്നുണ്ട് നമ്മുടെ ഈ 10 ആംപിയറിന്. മറ്റേനൊരു 1000 സംതിങ് റേറ്റ് വരുന്നുണ്ട് 16 ആംപിയറിന്. ഇതിൻ്റെ എന്താ പറയുക, മാനുഫാക്ചർഡ് ബൈ വിപ്രോ തന്നെയാണ് സംഭവം. എന്താ വെച്ചാൽ നോർമലി നമ്മളെ പോലെ ഇമ്പോർട്ടഡ് ഫ്രം ചൈനയിൽ നിന്നല്ല, ഇത് ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ് കേട്ടോ. അതുപോലെ ബാക്കി ഡീറ്റെയിൽസുകളും സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ആപ്പ് വേണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്യാം. ഇതവർ സീല് ചെയ്തൊക്കെ എന്തല്ല സംഭവം, ഇത് ടൈപ്പ് പൊടിച്ചൊക്കെന്താണ് കണ്ടറിയാം. എന്തായാലും നമുക്കിത് കട്ട് ചെയ്യാം. ഓക്കെ, കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിപ്രോൻ്റെ പ്ലഗ് വരുന്നത്. കാണാൻ നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ ഹീലിയുടെ അതേ സ്മാർട്ട് പ്ലഗ് പോലെ തന്നെയാണ്. ഈ സൈഡിലായിട്ട് സ്വിച്ചും ലൈറ്റും ഇവിടെ തന്നെയാണ് വരുന്നത്. വിപ്രോൻ്റെ ഒരു ചൈൽഡ് ഷട്ടറും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി ഉള്ളതാണ്. ഉള്ളിൽ നമുക്കൊരു മാനുവൽ പോലത്തെ സംഭവം വരുന്നുണ്ട്. അതെന്തോ ഉള്ളിൽ കൊണ്ടുവച്ചിങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഒരു ചെറിയൊരു മാനുവൽ നമുക്ക് വരുന്നുണ്ട്. ഇത് ക്വിക്ക് യൂസർ ഗൈഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓൺ ഓഫ് ബട്ടനാണ്, റീസെറ്റ് ബട്ടണാണ്. അതുപോലെ വൈഫൈ ഇൻഡിക്കേറ്റർ കോൺഫിഗറേഷൻ മോഡാണെങ്കിൽ 5 to 6 ടൈം ഇൻ സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യും. വിപ്രോ നെക്സ്റ്റ് സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞൊരു ആപ്പാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആപ്പ് വരുന്നത്, വിപ്രോൻ്റെ നെക്സ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ട്. നമ്മളിത് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. നമ്മൾ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ കൊടുക്കാൻ പറ്റും. ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്നുകൂടി സൈനപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും സൈനപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ ഞാൻ വിപ്രോൻ്റെ ബൾബ് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് അടുത്ത് ചെയ്യാനുള്ളത് നമുക്കിത് നമ്മുടെ സോക്കറ്റിൽ കുത്തുക എന്നുള്ള സംഭവമാണ്. നമ്മൾ എന്തായാലും ഓക്കെ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓണാക്കാം. അപ്പോൾ ഇതിൽ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. ബാക്കിൽ ലൈറ്റ് കത്തുന്നതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഇവിടെ നിന്ന് ഈ സൈഡിലായ കാരണം കാണുന്നില്ല. എന്തായാലും നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മുടെ മുകളിൽ നമ്മുടെ ഇത് കണ്ടു, ഒരു പ്ലഗ്. അതിൽ പോയിട്ട് സോക്കറ്റ് കൊടുത്താൽ മതി. സോക്കറ്റ് വൈഫൈ, സോക്കറ്റ് BL ഉണ്ട്. അപ്പോൾ സോക്കറ്റ് വൈഫൈയിൽ പോവാം. നമ്മുടെ നെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പാസ്വേഡ് അടിക്കട്ടെ.
ഓക്കെ, ഞാനപ്പോൾ പാസ്വേഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിപ്പോൾ ഒരു പറയുന്നത് പവർ ഓൺ ദ ഡിവൈസ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ പവർഡ് ഓഫ് ഫോർ 10 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. പവർ ഓൺ ദ ഡിവൈസ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ പവർഡ് ഓഫ് ഫോർ 10 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് നമ്മുടെ ലൈറ്റ് കത്തുന്നുണ്ടോയെന്ന്. അപ്പോൾ എന്താ ആ സൈഡിലാണ്, അപ്പോൾ ഞാൻ നോക്കേണ്ടി വരും. സംഭവം ലൈറ്റ് കത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇനി പ്രസ് ആൻഡ് ഹോൾഡ് ദ റീസെറ്റ് ബട്ടൺ ഫോർ 5 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട് അവർ. അപ്പോൾ ഞാൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഡോട്ട്, ഒരു ടിൻഡ് പോലത്തെ ഒരു സൗണ്ട് വരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. ഇനി ഷോൺ ഇൻ ദ ഫിഗർ ഇൻഡിക്കേറ്റർ വിൽ ബ്ലിങ്ക് ഫോർ 3 times per second. അപ്പോൾ നമ്മളെന്തായാലും നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അത് ആഡ് ചെയ്തതിൻ്റെ പ്രോസസ്സിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്കത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ഇതിൽ ക്ലൗഡിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ ഡിവൈസ് ഇനീഷ്യലൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവട്ടെ ഫുള്ള്. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി അത് ഓട്ടോമാറ്റിക് എല്ലാം ചെയ്തോളും. നമ്മുടെ ഈ പെയറിംഗ് ഡിവൈസ് നമ്മൾ ഇതിൽ ബ്ലിങ്ക് ചെയ്യണമെന്ന് കറക്റ്റ് ഉറപ്പ് വരുത്തിയാൽ മതി. ഇപ്പോൾ സംഭവം ബ്ലിങ്ക് ആയിട്ടുണ്ട്, രജിസ്റ്റർ ആയിട്ടുണ്ട് ക്ലൗഡിലേക്ക്, പിന്നെ ഇനീഷ്യലൈസ് ആയിട്ടുണ്ട് ഡിവൈസിലേക്ക്. ഇപ്പോൾ തന്നെ ഇത് രജിസ്റ്റർ ആവുകയും ചെയ്യും, ഇപ്പോൾ ഡിവൈസ് ആഡ് ആവുകയും ചെയ്യും. സംഭവം ആഡ് ആയിട്ടുണ്ട്. 10 ആമ്പിയറിൻ്റെ സ്മാർട്ട് പ്ലഗിൻ്റെ ഡിവൈസ് ആഡ് സക്സസ്ഫുള്ളി എന്നിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഡണ്ണ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഹോം പേജിലേക്ക് അത് സെറ്റപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ഹോം പേജ്. ഇതാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ടോ. ഇതിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്തോ ഓണായി. ഇനി നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചാൽ നമ്മുടെ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും, ചെറുതായിട്ടൊരു ലൈറ്റ്, ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. നമ്മുടെ പ്ലഗ് ഇതാണ്. ഇതിപ്പോൾ നമുക്ക് ലൈറ്റ് പോയി, ആ ലൈറ്റ് ഞാൻ ഇവിടെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് കാണാം. അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് ഓഫാക്കാൻ പോകുന്നുണ്ട്. ഇതാ സംഭവം ഓഫായി കണ്ടു, ഓണായി, ഓഫായി. നല്ലൊരു ലാഗും സംഭവമൊന്നുമില്ല, കറക്റ്റാണല്ലോ ഓണായിട്ട്. അപ്പോൾ നമുക്കിതിൽ ടൈമർ ഫീച്ചർ ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ടൈമർ ചെയ്ത് വെക്കാം. അതുപോലെ കൗണ്ട് ഡൗൺ ഉണ്ട്. നമുക്ക് എന്താ പറയുക, സ്റ്റോപ്പ് വാച്ച് പോലെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനാണ് ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ നോർമൽ LED ആണ്, അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. എന്താ വെച്ചാൽ അത് ജസ്റ്റ് LED ആണ്. ഇവിടെ കറണ്ട് വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടു. അതുപോലെ നമ്മുടെ കൺസപ്ഷനും ഇവിടെ നമുക്ക് ടോട്ടൽ kWh കാണിക്കാം കറക്റ്റായിട്ട്. അതിൽ നമുക്ക് ഓരോ മന്തായിട്ടും കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ എന്താ പറയുക സെറ്റിങ്സിലാണ് നിങ്ങൾ കാണുന്നത് ഡിവൈസ് ഇൻഫർമേഷൻ. അതുപോലെ ടാപ്പ് ടു റൺ ഓട്ടോമേഷൻ ഫീച്ചർ ഉണ്ട്. അലക്സ, ഗൂഗിൾ അസിസ്റ്റൻ്റ് നമുക്ക് വേണമെങ്കിൽ ഡിവൈസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഓഫ്ലൈൻ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അത് നമുക്ക് ഡിവൈസ് ഷെയർ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇതിൽ കൊടുക്കാം. അതുപോലെ ഡിവൈസ് സെറ്റപ്പ്, അപ്ഡേറ്റ്സുകൾ ഇതിലിപ്പോൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ ചെക്കിംഗ് ഫോർ ഡിവൈസ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഹോം സ്ക്രീനിലേക്ക് കൊടുക്കാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ആപ്പ് വരുന്നത്. ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിലേക്ക് പോകാം. ഇതൊക്കെയാണ് നമ്മുടെ ആപ്പ് വരുന്നത്. എന്താ വെച്ചാൽ മച്ചനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്താ വെച്ചാൽ ഹീലിനെക്കാട്ടും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിലില്ലാത്തൊരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ തന്നെയാണ്. അപ്പോൾ നല്ലോണം അത്യാവശ്യം ഇലക്ട്രിസിറ്റി കൺസപ്ഷനൊക്കെ ഉള്ള ഒരു യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് വിപ്രോൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു കൺസപ്ഷനൊക്കെ അറിയാമല്ലോ. ഒരു 100 ഡിഫറൻസ് ഉണ്ട്. മച്ചന് ഒരു 800 വരുന്നുള്ളൂ, ഇതിനൊരു 900 റുപ്പീസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബിൽഡ് ക്വാളിറ്റി രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കാം. എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് വേണമെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ ഔട്ട്പുട്ടുള്ള നമ്മുടെ ഡിവൈസസ് ചാർജ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ AC അതുപോലെ ഗീസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 16 ആമ്പിയറിന് കൊടുക്കാം. അതിൻ്റെ നമ്മുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് പോയി ഈസി ആയിട്ട് വാങ്ങിക്കാം. അപ്പോൾ അതിന് വേണ്ടി തപ്പിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ ഗീവ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, 2 ഗീവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10 റൂട്ടറിൻ്റെയും അതുപോലെ നമ്മളൊരു പോർട്രോണിക്സിൻ്റെ ഒരു വയർലെസ് ഹെഡ്സെറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു 3200 രൂപ വിലയുള്ള. അപ്പോൾ അതിൽ നമ്മൾ രണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.